ഒരാഴ്ച കൊണ്ട് സ്വർണം വാരിക്കൂട്ടി ഇന്ത്യ. ഡോളർ വിറ്റു. റിസർവ് ബാങ്ക് ഡാറ്റ പുറത്ത്. മാർച്ച് 13 അവസാനിച്ച ആഴ്ചയിൽ ഇന്ത്യയുടെ സ്വർണ്ണശേഖരം $664 മില്യൺ വധിച്ച് $130.68 ബില്യൺ ഡോളറിലെത്തിയതായി റിസർവ് ബാങ്ക്. വെള്ളിയാഴ്ചയാണ് ഇത് സംബന്ധിച്ച കണക്കുകൾ റിസർവ് ബാങ്ക് പുറത്തുവിട്ടത്. എന്നിരുന്നാലും മാർച്ച് 13 അവസാനിച്ച ആഴ്ചയിലെ ഇന്ത്യയുടെ മൊത്തം വിദേശനാണ്യ ശേഖരം $7.05 ബില്യൺ കുറഞ്ഞ് $709.76 ബില്യൺ ഡോളറിലെത്തി. മാർച്ച് 6 അവസാനിച്ച ആഴ്ചയിൽ സ്വർണ്ണശേഖരം $11.68 ബില്യൺ കുറഞ്ഞ് $728.49 ബില്യൺ ഡോളറിൽ നിന്ന് $716.81 ബില്യൺ ഡോളറായി കുറയുകയും ചെയ്തു. ആഗോള എണ്ണ വിലയിലെ വർധനവും ഇറാന് സംഘർഷവുമായി ബന്ധപ്പെട്ട ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങളും മൂലമുണ്ടായ സമ്മർദ്ദത്തിനിടയിൽ രൂപയെ പിന്തുണയ്ക്കുന്നതിനായി റിസർവ് ബാങ്ക് ഡോളർ വിറ്റതാണ് കറൻസി വിപണിയിലെ ഇടിവിന് പ്രധാന കാരണം. കരുതൽ ശേഖരത്തിന്റെ ഏറ്റവും വലിയ ഭാഗമായ വിദേശ കറൻസി ആസ്തികൾ റിപ്പോർട്ടിംഗ് ആഴ്ചയിൽ $7.678 ബില്യൺ കുറഞ്ഞ് $555.56 ബില്യൺ ഡോളറിലെത്തി. US ഡോളറിനെതിരെ യൂറോ, പൗണ്ട്, യെൻ തുടങ്ങിയ പ്രധാന ആഗോള കറൻസികളിലെ ചലനങ്ങളുടെ ആഘാതവും ഈ ആസ്തികൾ പ്രതിഫലിപ്പിക്കുന്നു. അതേസമയം മിഡിൽ ഈസ്റ്റിലെ വർദ്ധിച്ചുവരുന്ന പിരിമുറുക്കങ്ങൾക്കിടയിൽ ആഴ്ചയിലെ അവസാന വ്യാപാര ദിവസമായ വെള്ളിയാഴ്ച വിലയേറിയ ലോഹങ്ങളിലെ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായി. ഇന്ത്യ ബുള്ളിയൻ ആൻഡ് ജ്വല്ലേഴ്സ് അസോസിയേഷന്റെ IBJA കണക്കുകൾ പ്രകാരം 999 പരിശുദ്ധിയുള്ള സ്വർണം 10 ഗ്രാമിന് 1,47,218 രൂപയിലെത്തി. വ്യാഴാഴ്ച ഇത് 1,47,889 രൂപയായിരുന്നു. അതായത് ഒറ്റ ദിവസം കൊണ്ട് സ്വർണ്ണവിലയിൽ 671 രൂപയുടെ ഇടിവ്. വെള്ളി വില കിലോഗ്രാമിന് 2,500 രൂപയോളം ഉയർന്ന് 2,32,364 രൂപയിലെത്തി. കഴിഞ്ഞ വർഷം റെക്കോർഡ് പ്രകടനം കാഴ്ചവെച്ച വിലയേറിയ ലോഹങ്ങൾ ഈ വർഷവും അത് ആവർത്തിക്കുമെന്നായിരുന്നു പ്രതീക്ഷ. ജനുവരി അവസാനത്തോടെ സ്വർണം ഏറ്റവും ഉയർന്ന വിലയായ $5,602 എത്തിയിരുന്നു. എന്നാൽ ഇപ്പോൾ 17% ഇടിഞ്ഞ് ഏകദേശം $4,666 വ്യാപാരം നടക്കുന്നു. വെള്ളിയുടെ വില നിലവിൽ ഏകദേശം $70. എക്കാലത്തെയും ഉയർന്ന വിലയായ $121 നിന്ന് 42% കുറവാണ് വെള്ളിയുടെ വിലയിൽ ഉണ്ടായിരിക്കുന്നത്. നിക്ഷേപകരെ സംബന്ധിച്ചിടത്തോളം ഇത് ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണ്.